ജയശങ്കർ ചേർന്നു. ജയശങ്കർ, KSRTC ബസ് ഡ്രൈവറുടെ കാലുകൾ ഒടിഞ്ഞു എന്നറിയാൻ കഴിയുന്നു. 26 പേരിൽ കുറെ അധികം പേർക്ക് പരിക്കുണ്ട്. അവരുടെയൊക്കെ പരിക്കിന്റെ അവസ്ഥ എങ്ങനെയാണ് ജയശങ്കർ? അശ്മി, ചെങ്ങന്നൂർ വാഹനാപകടത്തിൽ 63 പേർക്ക് പരിക്ക് എന്നാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത്. 36 പേരെ ചെങ്ങന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിലും 26 പേരെ സ്വകാര്യ ആശുപത്രിയിലും മാറ്റിയിട്ടുണ്ട്. KSRTC ബസ് ഡ്രൈവർ ഷൈൻ്റെ കാലുകൾക്കാണ് നിലവിൽ പരിക്കുള്ളത്. ഈ പരിക്കുകൾ ഗുരുതരമാണോ സാരമാണോ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. എന്തായാലും ഇത്രയും പേർക്ക് 63ഓളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇവരെ കൃത്യമായി ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രി സജി ചെറിയാൻ, ഒപ്പം തന്നെ കൊടുക്കുന്നിൽ സുരേഷ് MP ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലം സന്ദർശിച്ചു. നമ്മൾ ആ ദൃശ്യങ്ങളെ കാണുമ്പോൾ ഭീകരമാണ്. കാരണം ഈ KSRTC ബസ് ഒരു മറ്റൊരു വാഹനത്തെ വെട്ടിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് മന്ത്രി സജി ചെറിയാൻ ഇതിനിടെ പറയുകയും ചെയ്തു. ഇതിനിടയിൽ ഈ KSRTC ബസിന്റെ DVR, ഈ KSRTC ഉദ്യോഗസ്ഥർ ഊരിയതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ചെറിയ സംശയമൊക്കെ ഉന്നയിച്ചിരുന്നു. എന്തായാലും പോലീസ് വിട്ട DVR വാങ്ങിക്കാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും പ്രാഥമികമായി പരിക്കുകൾ ഗുരുതരമല്ല, അത്ര തീവ്രമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കുറച്ചധികം ആളുകൾക്ക് പരിക്കുണ്ട്. അത്രമാത്രം ഒരു ശക്തമായ ഒരു ഇടി അവിടെ നടന്നിട്ടുണ്ട്. ഈ KSRTCയുടെ ഭാഗത്താണോ? ഈ പ്രാഥമികമായ വിഷയം കാണുമ്പോൾ KSRTCക്ക് ചില വീഴ്ച പറ്റിയെന്നൊക്കെ പറയുന്നുണ്ട്. നാട്ടുകാരും സമാനമായ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ അതൊക്കെ തന്നെ ജയശങ്കർ, നമ്മൾ റോഡിൽ പോകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നിൽ വരുന്നൊരു വാഹനം സേഫ് ഡിസ്റ്റൻസ് ഇടണം എന്നുള്ളത് ഗതാഗത നിയമമാണ്, അല്ലേ? അപ്പോൾ അത് ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു അക്കാര്യത്തിൽ. അതല്ല, ഇനി ആ കറുത്ത കാറിനെ ഓവർടേക്ക് ചെയ്ത് കയറാനുള്ള ശ്രമത്തിനിടയിൽ ഇടിച്ചതാണോ എന്ന കാര്യവും വ്യക്തമാകേണ്ടതുണ്ട് ജയശങ്കർ. തീർച്ചയായിട്ടും അശ്മി, അങ്ങനെ തന്നെയാണ്. കാരണം ആ KSRTC ഡ്രൈവർക്കായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത നൽകാനാവുക. നമ്മൾ പ്രാഥമികമായി കാണുമ്പോൾ നമുക്ക് പലതും തോന്നും. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിന്റെ സാങ്കേതികത്വം പരിശോധിച്ചുകൊണ്ട് നിഗമനത്തിൽ പോലീസ് എത്തണം. KSRTC നിലവിൽ പരിക്കുള്ള ആ ഡ്രൈവറുടെ ഉൾപ്പെടെ മൊഴി ഇക്കാര്യത്തിൽ രേഖപ്പെടുന്ന ഘട്ടത്തിലായിരിക്കും കൂടുതൽ വ്യക്തത എന്തായാലും വരിക. എന്തായാലും വലിയൊരു അപകടമായിരുന്നു. 2 വണ്ടികളിലും, സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സിലും ഒപ്പം തന്നെ KSRTCയിലും നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ 63ഓളം പേർക്ക് ഇപ്പോൾ പരിക്കുണ്ട്. അവരെ വിവിധ ആശുപത്രികളിൽ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർക്ക് വേണ്ട ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറയുകയുണ്ടായി. ഈ ആശുപത്രിയിലുള്ള ആളുകളെ മന്ത്രി നേരിട്ട് സന്ദർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം അങ്ങോട്ട് ആശുപത്രിയിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയൊരു അപകടമായിരുന്നു. ഈ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന പാതയിലാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്. ഇതിൽ ആർക്കും ജീവഹാനി സംഭവിച്ചില്ല എന്നത് വളരെ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. വലിയ സന്തോഷമുണ്ടാക്കുന്ന വാർത്തയാണ് ഈ അപകടത്തിനിടയിൽ പോലും. എന്തായാലും ഈ അപകടത്തിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എവിടെയാണ് വീഴ്ച, എങ്ങനെയാണ് വീഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും അത് പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ കണ്ടെത്തുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഒപ്പം തന്നെ ഈ KSRTC ഡ്രൈവറുടെ മൊഴി ഉൾപ്പെടെ പ്രധാനമാണ്. കാരണം ഏത് തലത്തിൽ, ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വണ്ടി ഇങ്ങോട്ട് വെട്ടിക്കേണ്ടി വന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു വേർഷൻ ആ കാര്യത്തിൽ എന്തായാലും ഉണ്ടാവും. അത് അദ്ദേഹം നൽകുകയും ചെയ്തു. എന്തായാലും നിലവിൽ സംസ്ഥാന പാതയിൽ ഈ ചെങ്ങന്നൂരിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തി റോഡിൽ വീണ ചില്ലുകൾ ഉൾപ്പെടെ വെള്ളമൊഴിച്ചടിച്ച് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ അപകടം സംഭവിച്ച KSRTC ബസ്സും സ്വകാര്യ ബസ്സും എന്തായാലും റോഡിന്റെ ഈ സൈഡുകളിലായി തന്നെ വെച്ചിട്ടുണ്ട്. നിലവിൽ ഈ റോഡിലൂടെ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടുണ്ട്. ഈ പരിക്കേറ്റ ആളുകൾ ആശുപത്രിയിൽ എന്തായാലും ചികിത്സയിലാണ്. CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് നിലവിൽ പരിശോധിച്ചു വരികയാണ്. ഈ മുന്നിൽ കാർ വന്നതോടുകൂടി ബസ് ബ്രേക്ക് ഇട്ട് വലത്തോട്ടേക്ക് വെട്ടിച്ചു. ഇതിനിടയിലാണ് ഈ എതിരെ വന്ന ടൂറിസ്റ്റ് ബസ്സുമായി കൂട്ടിയിടിക്കുന്നത്. എന്തായാലും ആരുടെ ഭാഗത്താണ് തെറ്റ്, എന്താണ് വീഴ്ച എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പോലീസാണ് പരിശോധിക്കേണ്ടത്. നിലവിൽ ഈ പരിക്കേറ്റ ആളുകൾക്ക് മെച്ചപ്പെട്ട ചികിത്സ നൽകുക എന്നത് തന്നെയാണ് പ്രധാനമെന്നാണ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. അതിനുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു അപകടമായിരുന്നു. ഈ അപകടത്തിൽ ആർക്കും ജീവഹാനി സംഭവിച്ചില്ല എന്നത് വലിയ ആശ്വാസം പകരുന്ന വാർത്തയാണ്. പക്ഷേ ഇപ്പോൾ പോലും 60-ലധികം ആളുകൾക്ക് പരിക്കുണ്ട്. ആ പരിക്ക് ഗുരുതരമല്ല എന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. പക്ഷേ പല ആളുകൾക്കും ഈ ഡ്രൈവർക്ക് ഉൾപ്പെടെ കാലിന് പൊട്ടലുണ്ട്. അങ്ങനെ സാരമായ പരിക്കുകളുണ്ട്. പക്ഷെ അത് വലിയ അവസ്ഥയിലേക്ക്, ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിട്ടില്ല എന്നത് ഇതുവരെ ആശ്വാസകരമാണ്. ഇതുവരെ ആശുപത്രികളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം അങ്ങനെ തന്നെയാണ്. എന്തായാലും നിലവിൽ ഈ ഗതാഗതം, ഈ റോഡിലൂടെയുള്ള ഗതാഗതം, സംസ്ഥാന പാതയിലുള്ള ഗതാഗതം ചെങ്ങന്നൂരിൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ അപകടം പ്പെട്ട KSRTC ബസ്സിലും സ്വകാര്യ ബസ്സും റോഡിന് വശങ്ങളിൽ വ്യക്തമാവട്ടെ, എന്താണ് കാര്യമെന്ന് വ്യക്തമാവട്ടെ. അതിനിടയിൽ DVR എടുത്ത് മാറ്റാൻ ശ്രമിച്ചുവെങ്കിൽ അതെന്തിനാണ് എന്ന കാര്യം വ്യക്തമാകട്ടെ. എന്തായാലും 63 പേര് ഉണ്ടായിരുന്ന 2 ബസ്സുകളുമായി അതിൽ 36 പേരോളം ഇപ്പോൾ ചികിത്സയിലുമാണെന്ന് അറിയാൻ കഴിയുന്നു. അവരുടെ പരിക്ക് ഗുരുതരമൊന്നുമില്ല, ഭാഗ്യം.